പെട്രോളിലെ എഥനോൾ ചേർക്കൽ തീരുമാനത്തിന് പിന്നാലെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മകന്റെ കമ്പനിക്ക് ഉണ്ടായത് വൻ നേട്ടമെന്ന റിപ്പോർട്ട്. ഓഹരി വിപണിയിൽ ഗഡ്കരിയുടെ മകന്റെ കമ്പനിക്ക് 140% നേട്ടമാണ് ഉണ്ടായത്. വൻ കുതിപ്പാണ് ഇത് രേഖപ്പെടുത്തുന്നത്. മുൻപ് രാഷ്ട്രീയ വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള പൂർത്തി അഗ്രോടെക് എന്ന കമ്പനിയാണ് പിന്നീട് സിയാൻ അഗ്രോ ആയി പുനർനാമകരണം ചെയ്യപ്പെട്ടത്. 12 രൂപ 50 പൈസയുണ്ടായിരുന്ന സിയാൻ അഗ്രോ എന്ന് പറയുന്ന ഈ എത്തനോൾ നിർമ്മാണ കമ്പനിയുടെ ഷെയർ അത് ഇന്ന് 12,940 രൂപയിലെത്തി നിൽക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ഒരു ഷെയറിൻ്റെ വിലയാണ്, ഒരൊറ്റ ഷെയറിൻ്റെ വിലയാണ് 12 രൂപ 50 പൈസ ഉണ്ടായെടുത്ത് നിന്ന് 12,940 രൂപ, അതായത് ഓൾമോസ്റ്റ് 13,000 rupees പെർ ഷെയർ. അത്രമാത്രം വളർച്ച. മനസ്സിലായില്ലേ? E20 മാത്രമല്ല, E25ഉം E30ഉം 35ഉം 40ഉം 45ഉം 50ഉം എന്തിന് നിതിൻ ഗഡ്കരിയുടെ ലക്ഷ്യമായിട്ടുള്ള E80 എന്ന് പറഞ്ഞാൽ 80% എത്തനോളും 20% പെട്രോളും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് 80% എത്തനോളും 20% പെട്രോൾ ബ്ലെൻഡഡ് ഒരു ലിക്വിഡാണ്, ഇന്ധനമാണ് നമ്മുടെ വാഹനങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് ഈ പറയുന്ന മകൻ നിഖിൽ ഗഡ്കരി മാറുമെന്നുള്ളതാണ് ഉറപ്പല്ലേ? ഇപ്പം ഈ ഓഹരിയിൽ ഇത്രയും വലിയ ഒരു കുതിപ്പുണ്ടായിരിക്കുന്നത് 2017 മുതൽ 2026 വരെയുള്ള കാലയളവിലാണ്. എന്ന് പറഞ്ഞാൽ BJP ഗവൺമെൻറ് അധികാരത്തിലേറിയതിൽ പിന്നെ ഈ കളികൾ നിതിൻ ഗഡ്കരി അവിടെ അണിയറയിൽ ഇരുന്ന് കളിക്കുകയായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെയാണ് നിതിൻ ഗഡ്കരി തനിക്ക് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററി തന്നെ വേണമെന്ന് അദ്ദേഹം അതിനുവേണ്ടി പ്രസ് ചെയ്യാനുണ്ടായ കാരണവും അത് തന്നെയാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു കുതിച്ചു ചാട്ടം 12 രൂപ 50 പൈസ പെർ ഷെയർ ഉണ്ടായ ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്, മാർക്കറ്റ് വാല്യൂ, ഫേസ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ ഓരോ ഷെയറിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ 12 രൂപ ഉണ്ടായിരുന്നത് 12,940 രൂപ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, ആ ഷെയറിൻ്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ഈ കുതിച്ചു ചാട്ടം എങ്ങോട്ടാ? കൃത്യമായിട്ട് ഇങ്ങനെ ഒരു കുതിച്ചു ചാട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിയാൻ അഗ്രോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് വലിയ നിക്ഷേപങ്ങൾ വരികയാണ്. എന്ന് പറഞ്ഞാൽ നിതിൻ ഗഡ്കരി പറയുന്ന E80 എന്ന് പറയുന്ന ടാർഗറ്റിലേക്കാണ് പോകാൻ നിൽക്കുന്നത്. കാരണം രാജ്യത്ത് ഇപ്പം നിലവിൽ E20 പെട്രോളാണ്, അതായത് 20% എത്തനോളും 80% പെട്രോളുമാണ്. ഇപ്പോൾ ബ്ലെൻഡിങ് ആ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്, ബ്ലെൻഡിങ്ങിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറയുന്നത് 20:80 ആണ്. 80% പെട്രോളും 20% എത്തനോളുമാണ്. ഇനി അതിനെ നേരെ ഉൾട്ടയടിക്കാൻ പോവുകയാണ്, അതായത് 80% എത്തനോള് 20% പെട്രോള്. ഈ ഒരു രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ രാജ്യത്തെ ഇപ്പം നിലവിൽ രാജ്യത്ത് ഒരു ഒരു ആവറേജ് എത്ര ലിറ്റർ പെട്രോൾ വേണ്ടി വരും? അത്രയും ലിറ്റർ എത്തനോള് ഇനി രാജ്യത്ത് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്തനോളിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം. മനസ്സിലായില്ലേ? ബിസിനസ് അങ്ങനെ തഴച്ചു വളരണം. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മാർക്കറ്റ് പിടിക്കാൻ പല സ്ട്രാറ്റജികൾ. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജിയോ സിം വന്നപ്പോൾ മാർക്കറ്റ് പിടിക്കാൻ ആദ്യം സിം ഫ്രീ ആയിരുന്നു, 6 മാസത്തെ റീചാർജ് ആയിരുന്നു 1 രൂപക്ക്, അല്ലേ? 1 രൂപക്ക് 6 മാസത്തെ റീചാർജ്. അങ്ങനെയല്ലേ അവർ മാർക്കറ്റ് പിടിച്ചത്. പിന്നീട് അങ്ങോട്ട് ഒരു 2 മാസം കൂടി എക്സ്ട്രാ നൽകി, അങ്ങനെ ഫ്രീ നൽകി മാർക്കറ്റ് പിടിച്ചതിന് ശേഷം ഇപ്പം എത്രയാ? 350 രൂപ. ഈ പറഞ്ഞ 2 GB കിട്ടണമെങ്കിൽ പെർ മന്ത്. എന്താണെങ്കിലും ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഏറ്റവും വലിയ ഈ പെനട്രേറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്, സ്കിമ്മിങ് സ്ട്രാറ്റജി ഉണ്ട്.
രണ്ട് വിധത്തിലുള്ള മാർക്കറ്റിൽ പ്രൈസിങ് സ്ട്രാറ്റജികളുണ്ട് അല്ലേ? പെനട്രേറ്റിംഗ് ഉണ്ട്, സ്കിമ്മിങ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതല്ല, അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ ഈ രണ്ട് പ്രൈസിങ് സ്ട്രാറ്റജികളിൽ ഒന്നാണ് ആര്? ജിയോ നടത്തിയത്. അങ്ങനെ അവർക്കതിന് ശേഷം എന്താക്കേണ്ടി വന്നു? പല രീതിയിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പിടിക്കാൻ പല തന്ത്രങ്ങൾ വേണ്ടി വരും അല്ലെ മാർക്കറ്റിംഗ് കമ്പനികൾക്ക്. ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾ കാണാറില്ലേ? പ്രൊമോഷനുകൾ, അഡ്വർടൈസ്മെൻറ്റുകൾ, അങ്ങനെ വലിയ വലിയ ബ്രാൻഡിങ്ങുകൾ, ഇവ സെലിബ്രിറ്റികളെ കൊണ്ടുവന്നൊക്കെ വലിയ പരസ്യങ്ങളൊക്കെ നൽകിയിട്ട് അവർ വലിയ രീതിയിൽ ഇതിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഷെയറിന് വേണ്ടിയിട്ട് വലിയ കളികൾ കളിക്കും അല്ലേ? ജനങ്ങളെ കബളിപ്പിച്ചും അല്ലാതെയും ഒക്കെ. അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത്തരത്തിലാണ് ബിസിനസ്സുകളൊക്കെ സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന മകൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എത്തനോളിന് വേണ്ടി എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്തനോളിന് വേണ്ടി എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ്? എത്തനോൾ എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു കമ്പനി, സിയാൻ അഗ്രോ എന്ന് പറയുന്ന നിതിൻ ഗഡ്കരിയുടെ മകൻ്റെ, നിഖിൽ ഗഡ്കരിയുടെ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഇത്രയും തഴച്ച് വളർന്നത്? ഈ എത്തനോളിന് ആരാണ് ഇവിടെ ഉപഭോക്താക്കളായിട്ടുള്ളത്? എത്തനോൾ പല കാര്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മുൻപ് ഉപയോഗിച്ചു കൊണ്ടിരുന്ന, മുൻപ് എന്ന് പറഞ്ഞാൽ ഈ കൊറോണ കാലത്ത് നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിരുന്ന സാനിറ്റൈസർ ഉണ്ടല്ലോ, ഹാൻഡ് സാനിറ്റൈസേഴ്സ്, അതിൽ പോലും എത്തനോള് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ആ ഉപയോഗമല്ലാതെ എത്തനോളിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്താ? ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും പല പ്രൊഡക്റ്റുകൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റോ മെറ്റീരിയൽ മാത്രമാണോ എത്തനോൾ? അല്ല. എത്തനോൾ എന്ന് പറയുന്നത് രാജ്യത്തെ വാഹനങ്ങൾ ഓടാനുള്ള ഇന്ധനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ കമ്പനിക്ക് ഇങ്ങനെ ഒരു കുതിച്ചുചാട്ടം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, രാജ്യത്തെ ജനങ്ങളൊക്കെ പറയുന്നത് എന്താ? ഞങ്ങൾക്ക് എത്തനോൾ വേണ്ട, ഞങ്ങൾക്ക് പ്യുവർ പെട്രോൾ മതി അല്ലേ? ഇത് പറയുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും അത് അവൈലബിൾ ഉണ്ടോ? ഈ E20 പെട്രോൾ എന്ന് പറയുന്ന സാധനം നമ്മുടെ ചോയ്സ് അല്ല, മറിച്ച് ഇത് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചതാണ്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു സ്ട്രാറ്റജി വേണ്ടി വന്നില്ല. പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് ആളുകൾ വന്നതല്ല. ഇതിന് ഇത്രയൊക്കെ ഡ്രോബാക്കുകളുണ്ട്, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടും ആളുകൾ എത്തനോൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ചതാ. അവരതിന് നിർബന്ധിതരായതാണ്, വേറെ വഴികളില്ല എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ E20 അടിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ പ്യുവർ പെട്രോൾ അടിച്ചോ, അതിന് 170 രൂപയാകും. ഈ 170 എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ 100 ഈ പറയുന്ന E20 അല്ലാത്ത പ്യുവർ ഫോം ഓഫ് പെട്രോൾ ലഭിക്കുന്ന എത്ര പെട്രോൾ ബങ്കുകൾ രാജ്യത്തുണ്ട്? നിങ്ങളുടെ പരിസരങ്ങളിലുള്ള പെട്രോൾ ബങ്കുകളിൽ ഇത് ലഭിക്കുന്നുണ്ടോ? രാജ്യത്ത് 98% പെട്രോൾ ബങ്കുകളിലും ഈ പറയുന്ന XP100 എന്ന് പറയുന്ന അല്ലെങ്കിൽ XP95 എന്ന് പറയുന്ന പെട്രോൾ അവൈലബിൾ ഇല്ല. വളരെ അപൂർവം ചില പെട്രോൾ ബങ്കുകളിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ബ്ലെൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിങ്ങിലൂടെ വലിയ ഒരു ബിസിനസ് നിതിൻ ഗഡ്കരിയുടെ മകൻ കെട്ടിപ്പടുത്തത്. അതിന് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന രാജ്യത്തെ മന്ത്രി അയാളുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഗവൺമെൻറ് ഇതിന് പ്ലാനിങ്ങും പദ്ധതിയും എങ്ങനെയായിരുന്നു? 2030 ആകുമ്പോഴേക്കും ഇത് സാർവത്രികമാക്കണം. ഏത്? E20 പെട്രോൾ. എന്നാൽ നിതിൻ ഗഡ്കരി 2024 തുടങ്ങി 2026 ആകുമ്പോൾ രാജ്യത്ത് E20 പെട്രോൾ മാത്രമാക്കി മാറ്റി. മാത്രവുമല്ല, അദ്ദേഹം ഗവൺമെൻറ് പോളിസിയേക്കാൾ ഒരു പടി മുന്നിൽ എന്നുള്ള രീതിയിൽ 2030 ആകുമ്പോഴേക്കും, അതായത് നെക്സ്റ്റ് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് രാജ്യത്ത് E80 പെട്രോൾ സാർവത്രികമാക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യം ചെറുതല്ല. എന്താണ് ലക്ഷ്യം? 2029 തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് രാജ്യത്തെ
ലോകത്തെ ഏറ്റവും വലിയ ഒരു ബിസിനസ്മാനായിട്ട് തൻ്റെ മകനെ മാറ്റണം. ഉറപ്പായിട്ടും സാധിക്കും. കാരണം ഇത് ഇപ്പം നമ്മൾ ഈ സിയാൻ അഗ്രോയുടെ ഷെയർ വാല്യൂയുടെ കാര്യമൊക്കെ പറയുമ്പോൾ അത് 2017 ₹12.50 ആയിരുന്നു എന്ന് പറയുമ്പോൾ 2026 ഇന്ന് അതിൻ്റെ വില 12,940 രൂപയാണെന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. E20 പെട്രോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2024 മുതലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വളർച്ച ഉണ്ടായിരിക്കുന്നത് ഈ 2 വർഷങ്ങൾ കൊണ്ടാണ്. 2024 മുതൽ 2026 വരെയുള്ള കാലയളവിലാണ് ഇത്തരം വലിയൊരു വളർച്ച സംഭവിച്ചിരിക്കുന്നത് ഈ കമ്പനിക്ക്. അവിടെയാണ് ഈ പറയുന്ന അധികാരം ഉപയോഗിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ തലയിൽ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഡ്രോബാക്സ് അനുഭവിക്കുന്നതാരാ? നിതിൻ ഗഡ്കരിയുടെ മകന്, നിതിൻ ഗഡ്കരിയുടെ മകൻ്റെ കമ്പനിക്ക് ഇത്രയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ അവർ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കുക വഴി ഇതിൻ്റെ ഭവിഷ്യത്തുകൾ, ഇതിൻ്റെ ഡ്രോബാക്സ് അനുഭവിക്കുന്നതാരാ? രാജ്യത്തെ ജനങ്ങൾ അല്ലേ? മൈലേജിൽ 30% മുതൽ 50% വരെ 30 to 50% ഷോർട്ടേജ് മൈലേജിൽ സംഭവിക്കുന്നു. ഈ മൈലേജ് ഷോർട്ടേജ് മാത്രമാണോ പ്രശ്നം? അല്ല. ഈ എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെള്ളമാണ് അല്ലേ? എത്തനോൾ എന്ന് പറയുന്നത് വെള്ളമാണ്. അപ്പോൾ ഈ സാധനത്തിൽ ഈ പെട്രോൾ ടാങ്കിലേക്ക് പെട്രോൾ അല്ലാത്ത വെള്ളം ഒരു തുള്ളി കിടന്നാൽ പോലും അത് നിങ്ങളുടെ വാഹനത്തിൻ്റെ മൈലേജിനെയും അതിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കും. അതുതന്നെയാണ് രാജ്യത്തെ വാഹനങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ വാഹനങ്ങളിൽ നിരന്തരമായ മെയിൻ്റനൻസുകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക E20 പെട്രോൾ സാർവത്രികമാക്കിയതിന് ശേഷം. അപ്പോൾ കമ്പനി, ഈ നിഖിൽ ഗഡ്കരിയുടെ കമ്പനിക്ക് വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് അത്രയും സാധാരണക്കാരായ ജനങ്ങളാണ്. അവൻ്റെ പോക്കറ്റാണ് കാലിയായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇതൊരു വലിയ ഒരു ഇഷ്യൂ തന്നെയാണ്. രാജ്യത്ത് ജനങ്ങളെ ബോധവാന്മാരാക്കാതെ അല്ലെങ്കിൽ അവർക്കൊരു ചോയ്സ് നൽകാതെ. ഇപ്പം നമ്മുടെ പെട്രോൾ ബങ്കുകളിൽ E20 ഉണ്ട്, XP100 ഉണ്ട് എന്ന് കൂട്ടുക. എല്ലാ പെട്രോൾ പമ്പിലും ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് അടിക്കാം. E20 വേണമെങ്കിൽ E20 അടിക്കാം, അല്ല XP100 ആണെങ്കിൽ അത് വേണമെങ്കിൽ അത് അടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷെ നേരെ മറിച്ച് XP100 അവൈലബിൾ അല്ല താനും. അതിനാണെങ്കിൽ ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിലുള്ള വൻ വിലയും ഒക്കെ നമ്മൾ കൊടുത്ത് വാങ്ങി അടിച്ചിട്ട് നമ്മുടെ വാഹനം തന്നെ കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്നു. അപ്പോൾ ഇത് അധികാര ദുർവിനിയോഗമാണ്. ഇവർ സാധാരണഗതിയിൽ MLA-മാർ, മന്ത്രിമാർ ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവർ പറയുന്ന വാക്കുകളുണ്ട്. എന്താ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും? ഞാൻ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെയായിരിക്കും പ്രവർത്തിക്കുക, സ്വജനപക്ഷപാതം കാണിക്കില്ല എന്ന്. ഇതിൽ യഥാർത്ഥത്തിൽ നിതിൻ ഗഡ്കരി കാണിച്ചിരിക്കുന്നത് സ്വജനപക്ഷപാതമല്ല, കുടുംബപക്ഷപാതമാണ്. മകൻ എന്ന പക്ഷപാതമാണ് അല്ലേ? തൻ്റെ മകന്, തൻ്റെ കുടുംബത്തെ, തൻ്റെ മകന് രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാക്കാൻ വേണ്ടി അധികാരം ദുർവിനിയോഗം നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായിട്ട് സാധാരണക്കാരനെ പിഴിഞ്ഞങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്.